ഹായ് ഓൾ, മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കേരള PSC ചോദിച്ചതായിരുന്നു. അതിൽ നമ്മൾ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, പണ്ഡിറ്റ് KP കറുപ്പൻ, ബ്രഹ്മാനന്ദ ശിവയോഗി അല്ലേ, ഇവരെക്കുറിച്ചൊക്കെയായിരുന്നു പഠിച്ചത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത് അയ്യ വൈകുണ്ഠ സ്വാമികളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാൻ തുടങ്ങുന്നത്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത് സമത്വ സമാജം സ്ഥാപിച്ചതാര്? വൈകുണ്ഠ സ്വാമികൾ എന്നാണ് നമ്മൾ പറയുന്നത്. അയ്യ വൈകുണ്ഠർ എന്ന് പറയും. അപ്പോൾ ഇത് എല്ലാ PSCയിലും പരീക്ഷയിലും തന്നെ കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ഏതാണ്? സമത്വ സമാജം. 2 ക്വസ്റ്റ്യൻ ഉണ്ട്. സമത്വ സമാജം ആദ്യമായി വന്നു. ഇനി ആരാണിത് സ്ഥാപിച്ചതെന്ന് ചോദിച്ചാൽ അത് അയ്യ വൈകുണ്ഠ സ്വാമികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അയ്യ വൈകുണ്ഠരുടെ യഥാർത്ഥ പേര് മുത്തുക്കുട്ടി അല്ലെങ്കിൽ മുടിചൂടും പെരുമാൾ എന്നറിയപ്പെട്ടത് ആരാന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? അയ്യ വൈകുണ്ഠ സ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയ സാമൂഹിക പരിഷ്കർത്താവ് അയ്യ വൈകുണ്ഠ സ്വാമികളാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. വേല ചെയ്താൽ കൂലി കിട്ടണം, റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഈ സമത്വ സമാജവും വേല ചെയ്താൽ കൂലി കിട്ടണം എന്നുള്ളതും ഒക്കെ കേട്ടോ. അപ്പോൾ ഈ അയ്യ വൈകുണ്ഠ സ്വാമി ജനിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് സ്വാമിത്തോപ്പ്, കന്യാകുമാരിയിലെ സ്വാമിത്തോപ്പിലാണ് വൈകുണ്ഠ സ്വാമികൾ ജനിച്ചത്. അയ്യ വൈകുണ്ഠരെ ജയിലിലടച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? സ്വാതി തിരുനാളാണ് കേട്ടോ. വൈകുണ്ഠ സ്വാമികളെ ജയിലിലടച്ചത് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ കാലത്താണ് എന്ന് ചോദിച്ചാൽ അത് സ്വാതി തിരുനാളിൻ്റെ കാലത്താണ്. അയ്യ വഴി എന്ന മതം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. അയ്യ വഴി എന്ന മതം സ്ഥാപിച്ചു. ചാനാർ ലഹളയ്ക്ക് പ്രചോദനം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യ വൈകുണ്ഠർ. ചാനാർ ലഹളയ്ക്ക് പ്രചോദനം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യ വൈകുണ്ഠർ. സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? അതും വൈകുണ്ഠ സ്വാമികളാണ്. സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെട്ടിരുന്നു. തിരുവിതാംകൂറിലെ ഭരണത്തെ കരിനീചൻ്റെ ഭരണം എന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണം അല്ലെ വെള്ളനീച ഭരണം എന്നും പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠ സ്വാമികളാണ്. തിരുവിതാംകൂർ ഭരണത്തെ കരിനീച ഭരണമെന്നും അതുപോലെ ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീച ഭരണമെന്നും വിശേഷിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. അയ്യ വൈകുണ്ഠരുടെ പ്രധാന കൃതിയായി കണക്കാക്കപ്പെടുന്നത് അഖിലത്തിരുട്ട് അമ്മാനെ. അയ്യ വൈകുണ്ഠരുടെ പ്രധാന കൃതിയായി കണക്കാക്കുന്നത് അഖിലത്തിരട്ട് അമ്മാനെ. എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ഉപയോഗിക്കാനായി അയ്യ വൈകുണ്ഠർ നിർമ്മിച്ച കിണറുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? മുന്തിരി കിണർ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഇനി അയ്യ വൈകുണ്ഠർ സ്ഥാപിച്ച ആരാധനാലയങ്ങൾ അറിയപ്പെടുന്നത് നിഴൽ താങ്കലുകൾ എന്നാണ്. അയ്യ വൈകുണ്ഠർ സ്ഥാപിച്ച ആരാധനാലയങ്ങൾ അറിയപ്പെടുന്നത് നിഴൽ താങ്കലുകൾ എന്നാണ്. സമത്വ സമാജമാണ് ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം എന്ന് പറഞ്ഞു. ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് സ്ഥാപിച്ചത്. ഇനി അതിൻ്റെ വർഷം ചോദിച്ചാൽ 1836. സമത്വ സമാജത്തിൻ്റെ വർഷം 1836. അയ്യ വൈകുണ്ഠ സ്വാമികളുടെ ശിഷ്യന്മാർ രചിച്ച കൃതിയാണ് അരുൾ നൂല്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ ഇമ്പോർട്ടൻ്റ് ആണ്. അത് സമത്വ സമാജത്തിൻ്റെ വർഷം ഇമ്പോർട്ടൻ്റ് ആട്ടോ. അതൊക്കെ നമ്മളോട് ഈ കാലഗണനാക്രമത്തിൽ എഴുതാൻ പറയുമ്പോൾ ചോദിക്കുന്നതാണ്. സമത്വ സമാജത്തിൻ്റെ വർഷം ഓർത്തിരുന്നോണം 1836. അതുപോലെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠ സ്വാമികളാണ്. അയ്യ വൈകുണ്ഠരെ അറസ്റ്റ് ചെയ്ത് പാർപ്പിച്ച ജയില് സ്വാതി തിരുനാളിൻ്റെ കാലത്ത് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ഏത് ജയിലിലാണ്? ശിങ്കാരത്തോപ്പ് ജയിലിലായിരുന്നു അദ്ദേഹത്തെ പാർപ്പിച്ചിരുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ലോകം, ഒരു നീതി, ഒരു ദൈവം. ഒരു ജാതി, ഒരു മതം, ഒരു ലോകം, ഒരു നീതി, ഒരു ദൈവം എന്ന് പ്രഖ്യാപിച്ച നവോത്ഥാന നായകനും ആരാണ്? അതും അയ്യ വൈകുണ്ഠറാണ്. അയ്യ വൈകുണ്ഠർ സംഘടിപ്പിച്ച കൂട്ടായ്മയാണ് തുവയൽ പന്തി. അയ്യ വൈകുണ്ഠർ സംഘടിപ്പിച്ച കൂട്ടായ്മയാണ് തുവയൽ പന്തി. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ആദ്യത്തെയാളെന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് അയ്യ വൈകുണ്ഠ സ്വാമികളെയാണ്.
കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളിൽ ആദ്യത്തെയാൾ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് വൈകുണ്ഠസ്വാമികളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഘടന ഏതാണ്? അത് സമത്വ സമാജമാണ്. സമത്വ സമാജത്തിൻ്റെ വർഷം ഏതാണ്? 1836. അയ്യാ വൈകുണ്ഠരുടെ മാതാപിതാക്കളാണ് പൊന്നുമാടനും വെയിലാളമ്മയും. പൊന്നുമാടനും വെയിലാളമ്മ. അയ്യ എന്ന പദത്തിൻ്റെ അർത്ഥം പിതാവ്. അയ്യ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? പിതാവ്. അയ്യാ വൈകുണ്ഠർ സമാധിയായ സ്ഥലമാണ് സ്വാമിത്തോപ്പ്. അയ്യാ വൈകുണ്ഠർ സമാധിയായ സ്ഥലം സ്വാമിത്തോപ്പ്. ദേവലോകം എന്ന് അയ്യാ വൈകുണ്ഠർ വിശേഷിപ്പിച്ച സ്ഥലമാണ് സ്വാമിത്തോപ്പ്. ദേവലോകം എന്ന് അയ്യാ വൈകുണ്ഠർ വിശേഷിപ്പിച്ച സ്ഥലം ഏതാണ്? സ്വാമിത്തോപ്പ്. ഓക്കെ. ധർമ്മയുഗം സ്ഥാപിക്കാൻ ആഗ്രഹിച്ച സാമൂഹിക പരിഷ്കർത്താവ് അയ്യാ വൈകുണ്ഠർ. ധർമ്മയുഗം സ്ഥാപിക്കാൻ ആഗ്രഹിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യാ വൈകുണ്ഠർ. അയ്യാ വൈകുണ്ഠരുടെ ചിഹ്നം ഏതായിരുന്നു? തീജ്വാല വഹിക്കുന്ന താമര. അയ്യാ വൈകുണ്ഠരുടെ ചിഹ്നമായിരുന്നു തീജ്വാല വഹിക്കുന്ന താമര. അയ്യാ വൈകുണ്ഠർ ജനിച്ച വർഷം 1809. ജനിച്ചത് 1809. സമത്വ സമാജം 1836. ഇനി അയ്യാ വൈകുണ്ഠർ സമാധിയായത് 1851. സമാധിയായത് 1851. അഖിലത്തിരുട്ട അമ്മാനെ എഴുതിയത് ആരാണ്? അത് ഹരിഗോപാലൻ. അദ്ദേഹത്തിൻ്റെ വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യനായ ഹരിഗോപാലനാണ് അഖിലത്തിരുട്ട അമ്മാനെ എഴുതിയത്. തുവയൽ പന്തി കൂട്ടായ്മയിൽ പങ്കെടുത്തവർ ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം കാവി വസ്ത്രം, കാവി കളർ വസ്ത്രം. അപ്പോൾ തുവയൽ പന്തി കൂട്ടായ്മ ആരുടെയാണ്? വൈകുണ്ഠസ്വാമികളുടെ. അതിൽ പങ്കെടുത്തിരുന്ന ആളുകൾ ധരിച്ച വസ്ത്രത്തിൻ്റെ നിറമാണ് ചോദിച്ചിരിക്കുന്നത്. 2020 കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് പരീക്ഷയുടെ ചോദ്യമാണ്. നിറം എന്താണ്? കാവി. അയ്യാ വൈകുണ്ഠസ്വാമികളുടെ പേരിലുള്ള സംഘടനയാണ് VSDP, വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചാരണ സഭ, VSDP. മേൽമുണ്ട് ധരിക്കാൻ നിരോധത്തിനെതിരെ സമരം നടത്തിയ പ്രസ്ഥാനമായിരുന്നു ചാനാർ ലഹള. ഈ ചാനാർ ലഹളയ്ക്ക് പ്രചോദനമായത് ആരാണെന്ന് ചോദിച്ചാൽ അത് വൈകുണ്ഠസ്വാമികളാണ്. പതികൾ എന്നറിയപ്പെടുന്ന ആരാധനാ കേന്ദ്രങ്ങൾ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയ്യാ വൈകുണ്ഠർ. അയ്യാ വൈകുണ്ഠരെ സ്വാതി തിരുനാൾ ജയിലിൽ അടച്ച കാലയളവ് ചോദിച്ചിട്ടുണ്ട്. എത്ര ദിവസമാണ്? 110 ദിവസം. അയ്യാ വൈകുണ്ഠരെ സ്വാതി തിരുനാൾ ജയിലിൽ അടച്ച കാലയളവാണ് 110 ദിവസം. ഏത് ജയിലിലാണ്? ശിങ്കാരിത്തോപ്പ് ജയിലിൽ. സ്വാതി തിരുനാളിൻ്റെ നിർദ്ദേശപ്രകാരം അയ്യാ വൈകുണ്ഠരെ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥനാണ് പത്മനാഭ പിള്ള. വിഷ്ണുവിൻ്റെ അവതാരം എന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ. വിഷ്ണുവിൻ്റെ അവതാരം എന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് അയ്യാ വൈകുണ്ഠർ. അയ്യാ വൈകുണ്ഠർക്ക് ജ്ഞാനോദയം ലഭിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന കടൽ തീരം തിരുച്ചെന്തൂർ കടൽ തീരം. അയ്യാ വൈകുണ്ഠർക്ക് ജ്ഞാനോദയം ലഭിച്ചു എന്ന് വിശ്വസിക്കുന്ന കടൽ തീരമാണ് തിരുച്ചെന്തൂർ. അയ്യാ വൈകുണ്ഠരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ സ്വാതി തിരുനാളിനോട് ആവശ്യപ്പെട്ടത് ആരാണ്? അത് തൈക്കാട് അയ്യയാണ് അല്ലേ. അയ്യാ വൈകുണ്ഠ സ്വാമികളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ സ്വാതി തിരുനാളിനോട് ആവശ്യപ്പെട്ടത് തൈക്കാട് അയ്യ. ഉച്ചിപ്പടിപ്പ്, ഉഴപ്പടിപ്പ് എന്നിവ ആരുടെ പ്രാർത്ഥനകളാണ്? അതെല്ലാം വൈകുണ്ഠസ്വാമികളുടെ പ്രാർത്ഥനകളാണ്. ഉച്ചിപ്പടിപ്പ്, ഉഴപ്പടിപ്പ്. ഓക്കെ, അത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. 2022 OAക്ക് ചോദിച്ചതാണ് കേട്ടോ. ഈ ലോകം തന്നെ സ്വർഗമാണ്, മറ്റൊരു സ്വർഗമില്ല എന്ന് പഠിപ്പിച്ചതാരാണ്? അയ്യാ വൈകുണ്ഠരാണ്. ഈ ലോകം തന്നെ സ്വർഗമാണ്, മറ്റൊരു സ്വർഗമില്ല എന്ന് പഠിപ്പിച്ചത് അയ്യാ വൈകുണ്ഠർ. മുടിചൂടും പെരുമാൾ എന്ന പേര് മാറ്റാൻ നിർബന്ധിച്ച സവർണ വിഭാഗമാണ് ബ്രാഹ്മണർ. മുടിചൂടും പെരുമാൾ എന്ന പേര് മാറ്റാൻ നിർബന്ധിച്ച സവർണ വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്രാഹ്മണരാണ്. അയ്യാ വൈകുണ്ഠസ്വാമിയുടെ പ്രശസ്തമായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സ്വാമിത്തോപ്പിലാണ് കേട്ടോ. അയ്യാ വൈകുണ്ഠസ്വാമിയുടെ പ്രശസ്തമായ ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സ്വാമിത്തോപ്പ്. അയ്യാ വൈകുണ്ഠരുടെ പ്രബോധനങ്ങളെ എതിർത്തുകൊണ്ട് രചിക്കപ്പെട്ട കൃതിയാണ് അജ്ഞാന
കൂഠാരം, അജ്ഞാന കൂഠാരം. അയ്യ വൈകുണ്ഠർ സ്ഥാപിച്ച ധർമ്മസ്ഥാപനങ്ങൾ അറിയപ്പെടുന്നത് തുവയൽ പന്തികൾ. തുവയൽ പന്തികൾ എന്താണ്? വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ധർമ്മസ്ഥാപനങ്ങളാണ് തുവയൽ പന്തികൾ. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചത് അയ്യ വൈകുണ്ഠരാണ്. അയ്യ വൈകുണ്ഠർക്ക് ശേഷം അയ്യ വഴിയുടെ പ്രചാരകനായ പ്രധാന ശിഷ്യനാണ് ധർമ്മശീലൻ. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിളിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സമപന്തി ഭോജനം കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയ സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യ വൈകുണ്ഠർ. സമപന്തി ഭോജനം കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയ സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യ വൈകുണ്ഠർ. അയ്യ വൈകുണ്ഠരുടെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമയാണ് അയ്യ വൈകുണ്ഠർ. അയ്യ വൈകുണ്ഠർ വിഷ്ണുവിൻ്റെ എത്രാമത്തെ അവതാരമാണെന്നാണ് അയ്യാവഴി വിശ്വാസികൾ കരുതുന്നത്? 10ാമത്തെ അവതാരമായ കൽക്കിയാണ്. ശാസ്താംകോയിൽ വിളൈ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം പിന്നീട് ഏത് പേരിൽ പ്രശസ്തമായി? സ്വാമിത്തോപ്പ്. ശാസ്താംകോയിൽ വിളൈ എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം പിന്നീട് ഏത് പേരിൽ പ്രശസ്തമായി? സ്വാമിത്തോപ്പ്. വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് കേരള PSC പല പരീക്ഷകളിൽ തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് അടുത്ത നവോത്ഥാന നായകനിലേക്ക് പോകാം. അടുത്താണ് തൈക്കാട് അയ്യ. പ്രചോദനമായത് തൈക്കാട് അയ്യയുടെ വാക്കുകളാണ്. തൈക്കാട് അയ്യയുടെ പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു തിരുവിതാംകൂർ രാജകുടുംബാംഗമായ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. തൈക്കാട് അയ്യയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തൈക്കാട്, തിരുവനന്തപുരത്താണ്. എൻ്റെ കാശിയാത്ര ആരുടെ കൃതിയാണ്? തൈക്കാട് അയ്യയുടെ കൃതിയാണ് എൻ്റെ കാശിയാത്ര. തൈക്കാട് അയ്യ സ്വാമികൾ സ്ഥാപിച്ച ശൈവപ്രകാശ സഭയുടെ ആസ്ഥാനം എവിടെയാണ്? തൈക്കാട്. മനസ്സിൻ്റെ മലിനീകരണത്തെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന് ശിഷ്യന്മാരെ പഠിപ്പിച്ച ഗുരുവാണ് തൈക്കാട് അയ്യ. തൈക്കാട് അയ്യ ജനിച്ചത് 1814, സമാധി എന്നായിരുന്നു 1909. പഴനിമൊഴികൾ ആരുടെ കൃതിയാണ്? തൈക്കാട് അയ്യയുടെ കൃതിയാണ് പഴനിമൊഴികൾ. എൻ്റെ കാശിയാത്ര ഓർത്തോണം. അയ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൈക്കാട്, തിരുവനന്തപുരത്താണ്. അയിത്തത്തെയും ജാതി വ്യവസ്ഥയെയും എതിർക്കുന്നതിനായി പന്തി ഭോജനം ആരംഭിച്ചത് ആരാണ്? തൈക്കാട് അയ്യ. സ്വാതി തിരുനാളിൻ്റെ ഭരണകാലത്ത് തിരുവനന്തപുരത്ത് ജീവിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യ. തൈക്കാട് അയ്യയുടെ ശിഷ്യനായിരുന്നു തിരുവിതാംകൂർ ദിവാനായിരുന്ന ടി മാധവറാവു. രാമായണം പാട്ട് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ തൈക്കാട് അയ്യ. യോഗാഭ്യാസം സാധാരണക്കാർക്കിടയിൽ പ്രചരിപ്പിച്ച നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യ. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ മാർഗദർശി എന്ന് വിശേഷിപ്പിക്കുന്നത് തൈക്കാട് അയ്യയാണ്. ബ്രഹ്മോത്തര കാണ്ഡം ആരുടെ രചനയാണ്? തൈക്കാട് അയ്യയുടെ രചനയാണ് ബ്രഹ്മോത്തര കാണ്ഡം. അപ്പോൾ കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ മാർഗദർശി ആരാണ്? അത് തൈക്കാട് അയ്യയാണ്. ആരുടെ ശിഷ്യനായിരുന്നു നീലകണ്ഠ പിള്ള? തൈക്കാട് അയ്യയുടെ ശിഷ്യനായിരുന്നു നീലകണ്ഠ പിള്ള. തൈക്കാട് അയ്യ ഏത് മഹാരാജാവിൻ്റെ കാലത്താണ് തിരുവിതാംകൂറിൽ എത്തിയതെന്ന് ചോദിച്ചാൽ സ്വാതി തിരുനാൾ. തമിഴകത്തും കേരളത്തിലും ആത്മീയ പ്രവർത്തനം നടത്തിയ നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യ. മനോന്മണീയം സുന്ദരം പിള്ള ആരുടെ ശിഷ്യനായിരുന്നു എന്ന് ചോദിച്ചാൽ തൈക്കാട് അയ്യ. പന്തി ഭോജനം എന്നാൽ എന്താണ്? വിവിധ ജാതിയിൽപ്പെട്ടവർ ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണം. അത് പ്രചരിപ്പിച്ചത് തൈക്കാട് അയ്യയാണ്. തൈക്കാട് അയ്യയുടെ പിതാവിൻ്റെ പേരാണ് മുത്തുകുമാരൻ. ഏത് ഭാഷയിലാണ് തൈക്കാട് അയ്യ ഇന്ത ഉലകത്തിൽ എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായ വാക്യം പറഞ്ഞത്? തമിഴ്. തൈക്കാട് അയ്യയുടെ അമ്മയുടെ പേര് രുക്മിണി അമ്മാൾ. അയ്യാവു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യ. ഹനുമാൻ പാമലൈ എന്ന കൃതിയുടെ കർത്താവ് തൈക്കാട് അയ്യയാണ്. 4 കൃതികൾ അദ്ദേഹത്തിന് നമ്മളിപ്പോൾ പഠിച്ചു കേട്ടോ. തൈക്കാട് അയ്യയുടെ ശിഷ്യഗണങ്ങളിൽ എല്ലാ ജാതി മതസ്ഥരും ഉൾപ്പെട്ടിരുന്നു. ഇത് എന്തിൻ്റെ സൂചനയാണെന്ന് ചോദിച്ചാൽ എന്താണ്? സാമൂഹിക സമത്വം. തൈക്കാട് അയ്യയുടെ പ്രധാന പ്രവർത്തന കേന്ദ്രം തൈക്കാട്, തിരുവനന്തപുരം ആയിരുന്നു. ആരുടെ ഉദ്ദേശപ്രകാരമാണ് ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് മുൻപ് ശിവലിംഗ പൂജ നടത്തിയതെന്ന് ചോദിച്ചാൽ അത് തൈക്കാട് അയ്യയുടെയാണ്. തൈക്കാട് അയ്യയുടെ ആശയങ്ങൾ പ്രചരിപ്പിച്ച പ്രധാന സംഘടനയാണ് ശൈവപ്രകാശ സഭ.
തൈക്കാട് അയ്യയുടെ ശിഷ്യത്വം സ്വീകരിച്ച ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികളാണ്. തൈക്കാട് അയ്യയുടെ ജീവിതത്തെ ആസ്പദമാക്കി ഗുരുവിൻ്റെ ഗുരു എന്ന ഗ്രന്ഥം രചിച്ചത് കെ മഹേശ്വരൻ നായരാണ്. ചട്ടമ്പി സ്വാമികളെയും ശ്രീനാരായണ ഗുരുവിനെയും തമ്മിൽ ബന്ധിപ്പിച്ച പ്രധാന കണ്ണിയാണ് തൈക്കാട് അയ്യ. ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് തിരുവിതാംകൂറിലെ പ്രധാന ആത്മീയ ഗുരുവായിരുന്നത് തൈക്കാട് അയ്യയാണ്. തൈക്കാട് അയ്യയുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നു. നമുക്ക് അടുത്ത നവോത്ഥാന നായകനിലേക്ക് പോകാം. അടുത്തതാണ് വക്കം മൗലവി. വക്കം മൗലവി സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ് വക്കം മൗലവി. വക്കം മൗലവിയുടെ യഥാർത്ഥ പേരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വക്കം മൗലവിയാണ്. മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് വക്കം മൗലവി. സ്വദേശാഭിമാനി പത്രവും പ്രസ്സും തിരുവിതാംകൂർ സർക്കാർ കണ്ടുകെട്ടിയത് 1910 സെപ്റ്റംബർ 26. സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂർ സർക്കാർ കെട്ടിയത് വർഷം ചോദിച്ചിട്ടുണ്ട് തന്നെ. 1910 സെപ്റ്റംബർ 26. വക്കം മൗലവി ജനിച്ചത് വക്കം ചിറയൻകീഴ്. വക്കം മൗലവി അറബി മലയാളത്തിൽ ആരംഭിച്ച മാസികയാണ് അൽ ഇസ്ലാം. അദ്ദേഹത്തിൻ്റെ മാസിക ഇമ്പോർട്ടൻ്റ് ആണ് അൽ ഇസ്ലാം. SNDP യോഗ മാതൃകയിൽ വക്കം മൗലവി സ്ഥാപിച്ച സംഘടനയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. സ്വദേശാഭിമാനി പത്രം കണ്ടുകെട്ടിയ സമയത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? പി രാജഗോപാലാചാരി. എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന്, അച്ചുകൂടം എന്തിന് എന്ന് ചോദിച്ചത് വക്കം മൗലവിയാണ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപരായിരുന്ന വ്യക്തിയാണ് കെ രാമകൃഷ്ണ പിള്ള. മുസ്ലിം, ദീപിക എന്നീ മാസികകൾ ആരംഭിച്ചതും വക്കം മൗലവിയാണ്. വക്കം മൗലവി അന്തരിച്ചത് 1932. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സ്ഥാപിച്ചത് വക്കം മൗലവിയാണ്. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ സ്ഥാപിച്ചത് ആരാണ്? അത് വക്കം മൗലവി. സ്വദേശാഭിമാനി പത്രം ആദ്യമായി പ്രസിദ്ധീകരണം ആരംഭിച്ചത് അഞ്ചുതെങ്ങിൽ നിന്നായിരുന്നു. ഇസ്ലാം മതവിശ്വാസികളുടെ ഇടയിൽ ആധുനിക വിദ്യാഭ്യാസത്തിന് പ്രചാരം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് വക്കം മൗലവി. വക്കം മൗലവി അൽ ഇസ്ലാം മാസിക ആരംഭിച്ച വർഷം 1905. വക്കം മൗലവിയുടേതാണ് അൽ ഇസ്ലാം, മുസ്ലിം, ദീപിക എന്നിവ കേട്ടോ. വക്കം മൗലവി ജനിച്ചത് 1873. ഇസ്ലാം മത സിദ്ധാന്ത സംഗ്രഹം ആരുടെ കൃതിയാണ്? വക്കം മൗലവിയുടേതാണ്. സ്ത്രീകളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനായി വക്കം മൗലവി ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് അൽ ഇസ്ലാം. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ശ്രീമൂലം തിരുനാള്. ചിറയൻകീഴ് താലൂക്കിൽ ജനിച്ച കേരളത്തിലെ പ്രമുഖ നവോത്ഥാന നായകൻ വക്കം മൗലവി. ദൗ ഉസ്ബാഹ എന്ന ഗ്രന്ഥം രചിച്ചത് വക്കം മൗലവിയാണ്. ഇസ്ലാം ധർമ്മപരിപാലന സംഘം 1906 ഇദ്ദേഹം സ്ഥാപിച്ചു. ഏത് പത്രത്തിൻ്റെ മാതൃകയിലാണ് സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്? ഈജിപ്തിലെ അൽ മനാർ പത്രത്തിൻ്റെ മാതൃകയിലാണ്. വക്കം മൗലവിയുടെ പ്രവർത്തനങ്ങളുടെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു? മുസ്ലിം സമുദായത്തിൻ്റെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായ പുരോഗതി. കേരള മുസ്ലിം ഐക്യസഖ്യം എന്ന സംഘടനയുമായി സഹകരിച്ച് പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് വക്കം മൗലവി. വക്കം മൗലവിയുടെ ഉടമസ്ഥതയിലുള്ള സ്വദേശാഭിമാനി പ്രസ് എവിടെ നിന്നാണ് സർക്കാർ കണ്ടുകെട്ടിയെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം. സ്വദേശാഭിമാനി എന്ന പേരിൽ പത്രവും പ്രസ്സും തിരികെ നൽകാനുള്ള സർക്കാർ തീരുമാനം നിരസിച്ച വ്യക്തിയാണ് വക്കം മൗലവി. മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ശക്തമായി എതിർത്ത മാസികയാണ് അൽ ഇസ്ലാം. വക്കം മൗലവി സ്ഥാപിച്ച മുസ്ലിം മാസികയുടെ മുഖ്യ പത്രാധിപരായിരുന്നത് അദ്ദേഹം തന്നെയാണ്, വക്കം മൗലവി തന്നെയാണ്. മലയാളം ലിപിയിൽ പ്രസിദ്ധീകരിച്ച ആദ്യ മുസ്ലിം മാസികയാണ് ദീപിക. ഇസ്ലാമിലെ വർണ്ണവിവേചനം എന്ന വിഷയത്തിൽ ലേഖനങ്ങൾ എഴുതിയ സാമൂഹിക പരിഷ്കർത്താവാണ് വക്കം മൗലവി. വക്കം മൗലവിയുടെ സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വക്കം, തിരുവനന്തപുരം. വക്കം മൗലവിയുടെ പിതാവിൻ്റെ പേരാണ് മുഹമ്മദ് കുഞ്ഞ്. തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ അംഗമാകാനുള്ള ക്ഷണം നിരസിച്ച സാമൂഹിക പരിഷ്കർത്താവ് വക്കം മൗലവി. ദീപിക മാസിക പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1931. ഖുർആൻ ആദ്യമായി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചത് ദീപികയാണ്.
മൗലവി പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചത് വക്കം മൗലവി. വക്കം മൗലവിയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്നത് എവിടെയാണ്? വക്കത്തെ കുടുംബ ഖബർസ്ഥാനിൽ. മുസ്ലിം ഐക്യസംഘം രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് വക്കം മൗലവി. മതവിശ്വാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസം നേടിയാലേ മനുഷ്യന് പുരോഗതി ഉണ്ടാവൂ എന്ന് പറഞ്ഞത് വക്കം മൗലവി. സ്വദേശാഭിമാനി പത്രം വക്കത്തു നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചത് 1906. ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് സ്ഥാപിച്ചത് വക്കം മൗലവി. ഈജിപ്റ്റേഷ്യൻ വിപ്ലവകാരിയായ മുസ്തഫ കമാൽ പാഷയുടെ ജീവചരിത്രം മലയാളത്തിൽ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് വക്കം മൗലവിയാണ് തൻ്റെ സ്വദേശാഭിമാനി പത്രത്തിൽ. വക്കം മൗലവിയുടെ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമായ ഈജിപ്റ്റേഷ്യൻ ചിന്തകനാണ് മുഹമ്മദ് അബ്ദു. അൽ മനാർ എന്ന അറബി പത്രത്തിൻ്റെ സ്വാധീനത്തിൽ വക്കം മൗലവി ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് അൽ ഇസ്ലാം. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം എന്നീ സംഘടനകളുടെ സ്ഥാപകനും വക്കം മൗലവിയാണ്. വക്കം മൗലവിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി അദ്ദേഹത്തിൻ്റെ മകൻ ആരംഭിച്ച പത്രമാണ് യുവകേരള. അബ്ദുസലാം. ഏത് പ്രസ്സിലാണ് സ്വദേശാഭിമാനി പത്രം അച്ചടിച്ചിരുന്നത്? അത് സ്വദേശാഭിമാനി പ്രസ്സിലാണ്. വക്കം മൗലവി ആരംഭിച്ച ദീപിക മാസികയുടെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ചാൽ അത് വിജ്ഞാനം പ്രദാനം ചെയ്യുക എന്നുള്ളതായിരുന്നു. ദീപിക മാസികയുടെ പ്രധാന ലക്ഷ്യം ഇസ്ലാമിക വിജ്ഞാന പ്രചാരണം ആയിരുന്നു. ഇപ്പോൾ വക്കം മൗലവിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള PSC ചോദിച്ച മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 50 ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുകയുള്ളൂ, 100% ഉറപ്പാണ്. അപ്പോൾ ഈ നവോത്ഥാന നായകരെക്കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അത് കാണാത്തവരത് കാണണം. അതിനുശേഷം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. വളരെ ഈസി ആയിരിക്കും. അടുത്തതാണ് വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ചതാണ് ആത്മവിദ്യാ സംഘം. വാഗ്ഭടാനന്ദ യഥാർത്ഥ പേരാണ് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ. VK ഗുരുക്കൾ. വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്നാണ് വാഗ്ഭടാനന്ദൻ്റെ യഥാർത്ഥ പേര്. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ, അനീതിയോടെതിർപ്പിൻ എന്ന ആഹ്വാനം ചെയ്തത് വാഗ്ഭടാനന്ദനാണ്. ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയത് വാഗ്ഭടാനന്ദൻ ജനിച്ച സ്ഥലം പാഠ്യം കണ്ണൂർ. അഭിനവ കേരളം എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ വാഗ്ഭടാനന്ദനാണ്. പ്രീതി ഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ വാഗ്ഭടാനന്ദൻ്റെ ഗുരുവായിരുന്നു ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗി. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് 1917 കേട്ടോ. ആത്മവിദ്യാ കാഹളം എന്നത് ആരുടെ കൃതിയാണ്? വാഗ്ഭടാനന്ദൻ്റെ കൃതിയാണ്. ആധ്യാത്മയുദ്ധം എന്ന കൃതി രചിച്ചത് വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ അന്തരിച്ചത് 1939. ശിവയോഗി വിലാസം എന്ന മാസിക രചിച്ചത് വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ ആ പേര് നൽകിയത് ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയാണ്. മലബാറിലെ സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ യാചനായാത്ര നടത്തിയത് വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രം ആയിരുന്നു അഭിനവ കേരളം. ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ മലബാറിലെ സാമൂഹിക അനാചാരങ്ങൾക്കെതിരെ യാചനായാത്ര നടത്തിയത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ ജനിച്ചത് 1885. ആത്മവിദ്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി സ്ഥാപിച്ചത് 1925. ബാലഗുരു എന്നറിയപ്പെടുന്നത് വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ്റെ പ്രധാന പ്രവർത്തന മേഖല ഏതായിരുന്നു? മലബാറാണ് കേട്ടോ. കൊട്ടിയൂർ ഉത്സവപ്പാട്ട് എന്ന കൃതിയുടെ കർത്താവ് വാഗ്ഭടാനന്ദൻ. ഈശ്വര വിചാരം ആരുടെ കൃതിയാണ്? വാഗ്ഭടാനന്ദൻ. ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കെതിരെയും ക്ഷേത്രങ്ങളിലെ അനാചാരങ്ങൾക്കെതിരെയും ശബ്ദമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘത്തിൻ്റെ പ്രധാന ലക്ഷ്യമായിരുന്നു അന്ധവിശ്വാസങ്ങൾക്കും വിഗ്രഹാരാധനയ്ക്കും എതിരെ പോരാടുക. മംഗളശ്ലോകങ്ങൾ ആരുടെ രചനയാണ്? വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച സംസ്കൃത പഠന കേന്ദ്രമാണ് തത്വപ്രകാശിക ആശ്രമം, കോഴിക്കോട്. ഗാന്ധിജിയും ശാസ്ത്രവും എന്ന പുസ്തകം രചിച്ചത് വാഗ്ഭടാനന്ദനാണ്.
കോഴിക്കോടുള്ള കാരപ്പറമ്പിൽ തത്വപ്രകാശിക എന്ന ആശ്രമം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. യജമാനൻ എന്ന മാസിക ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ്. ആത്മവിദ്യാ സംഘത്തിൻ്റെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് മഹിളാ ആത്മബോധന സംഘം. പ്രാർത്ഥനാഞ്ജലി എന്ന കൃതിയുടെ കർത്താവ് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ്റെ ആശയങ്ങളെ എതിർത്തുകൊണ്ട് യഥാസ്ഥിതികർ നടത്തിയ പ്രഭാഷണ പരമ്പരയാണ് ജ്ഞാനദായിനി. സഹോദരൻ അയ്യപ്പൻ്റെ മിശ്രഭോജനത്തിന് സമാനമായി വാഗ്ഭടാനന്ദൻ നടത്തിയതാണ് പ്രീതിഭോജനം. മാനസചാപല്യം ആരുടെ കൃതിയാണ്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് കരക്കാട് വടകര. വാഗ്ഭടാനന്ദൻ എന്ന പേരിനർത്ഥം വാഗ്ദേവതയുടെ ആനന്ദം. VK ഗുരുക്കൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് വാഗ്ഭടാനന്ദൻ. കാവി ഉപേക്ഷിച്ച് ഖദർ ധരിച്ച നവോത്ഥാന നായകനാണ് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ്റെ പിതാവിൻ്റെ പേരാണ് കോരൻ ഗുരുക്കൾ. യുവജന ദിവാകരം എന്ന കൃതി രചിച്ചത് വാഗ്ഭടാനന്ദൻ. ആരുടെ ആശയങ്ങളാണ് കോഴിക്കോടെ ബ്രഹ്മസമാജ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകർന്നത്? വാഗ്ഭടാനന്ദൻ്റെ. ആധുനിക യുഗത്തിലെ ഒരു പ്രവാചകൻ എന്ന് വാഗ്ഭടാനന്ദനെ വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ അനുയായികളാണ്. വേദാധികാര നിരൂപണം എന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതി പോലെ ബ്രാഹ്മണ മേധാവിത്വത്തെ ചോദ്യം ചെയ്ത വാഗ്ഭടാനന്ദൻ്റെ കൃതിയായിരുന്നു ആധ്യാത്മയുദ്ധം. സന്തോഷദായിനി എന്ന സംഘടന സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. മലബാറിലെ ദേശീയ പ്രസ്ഥാനത്തിന് ആത്മീയമായ അടിത്തറ നൽകിയത് വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കാരക്കാട് വടകരയാണ്. വാഗ്ഭടാനന്ദൻ തൻ്റെ ഗുരുവായ ബ്രഹ്മാനന്ദ സ്വാമി ശിവയോഗിയെ പ്രകീർത്തിച്ച് എഴുതിയ മാസികയാണ് ശിവയോഗി വിലാസം. 1927 കോഴിക്കോട്ട് നിന്നും കണ്ണൂരിലേക്ക് യാത്ര നടത്തിയതിൻ്റെ പ്രധാന ഉദ്ദേശ്യമായിരുന്നു സാമൂഹിക അനാചാരങ്ങൾക്കെതിരെയുള്ള ധനശേഖരണം. ആത്മവിദ്യാ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായിരുന്ന പ്രമുഖ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു കേളപ്പൻ. അപ്പോൾ നമ്മൾ വാഗ്ഭടാനന്ദനുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തതാണ് മന്നത്ത് പത്മനാഭൻ. നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനാണ് മന്നത്ത് പത്മനാഭൻ അഥവാ NSS. വിമോചന സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവാണ് അദ്ദേഹം. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് സവർണ ജാഥ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സവർണ ജാഥയും വൈക്കം സത്യാഗ്രഹം. മന്നത്ത് പത്മനാഭൻ. ഭാരത കേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ. NSSൻ്റെ ആദ്യത്തെ പേരാണ് നായർ ഭൃത്യജന സംഘം. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയുടെ പേരാണ് എൻ്റെ ജീവിത സ്മരണകൾ. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് 1914 ഒക്ടോബർ 31. മന്നത്ത് പത്മനാഭൻ ജനിച്ച സ്ഥലമാണ് പെരുന്ന ചങ്ങനാശ്ശേരി. വിമോചന സമരത്തിൻ്റെ ഭാഗമായി മന്നത്ത് പത്മനാഭൻ നയിച്ച യാത്രയാണ് ജീവശിഖ യാത്ര. NSSൻ്റെ മുഖപത്രമാണ് സർവീസ് എന്ന് പറയുന്നത്. മന്നത്ത് പത്മനാഭന് ഭാരത കേസരി എന്ന ബഹുമതി നൽകിയത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. സവർണജാഥ ആരംഭിച്ചത് എവിടെ നിന്നാണ്? വൈക്കത്ത് നിന്ന്. അതുപോലെ തന്നെ ചോദിക്കാം, ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് സവർണജാഥ? വൈക്കം സത്യാഗ്രഹം. നായർ ഭൃത്യജന സംഘം എന്ന പേര് മാറ്റി നായർ സർവീസ് സൊസൈറ്റി എന്നാക്കാൻ നിർദ്ദേശിച്ചത് K. പരമപിള്ളയാണ്. മന്നത്ത് പത്മനാഭൻ അന്തരിച്ചത് 1970 ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു മന്നത്ത് പത്മനാഭൻ. എൻ്റെ ജീവിത സ്മരണകൾ പ്രസിദ്ധീകരിച്ചത് 1957. മന്നത്ത് പത്മനാഭൻ്റെ സ്മാരകമായ മന്നം സമാധി എവിടെയാണ്? പെരുന്ന ചങ്ങനാശ്ശേരി. സവർണജാഥ അവസാനിപ്പിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്ത്. തുടങ്ങിയത് എവിടെയാണ്? വൈക്കത്ത്. NSSൻ്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു കേളപ്പൻ. NSSൻ്റെ ആദ്യത്തെ സെക്രട്ടറി മന്നത്ത് പത്മനാഭനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനായിരുന്നു. ജീവശിഖ യാത്ര ആരംഭിച്ചത് എവിടെയാണ്? അങ്കമാലി. അപ്പോൾ ജീവശിഖ യാത്ര ആരുമായി ബന്ധപ്പെട്ടതാണ്? മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. അപ്പോൾ കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് ആരാണ്? അത് മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭനും R. ശങ്കറും ചേർന്ന് സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി. സവർണജാഥ നടന്നത് 1924. മന്നത്ത് പത്മനാഭൻ ജനിച്ചത് 1878. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ മന്നത്ത് പത്മനാഭൻ പ്രത്യക്ഷപ്പെട്ടത് 1989. കല്യാണി നിരൂപണം ആരുടെ കൃതിയാണ്? മന്നത്ത് പത്മനാഭൻ്റേതാണ്. മന്നത്ത് പത്മനാഭൻ എത്രാമത്തെ വയസ്സിലാണ് NSS സ്ഥാപിച്ചത്? 37. വിമോചന സമരം നടന്നത് 1959.
മന്നത്ത് പത്മനാഭൻ പങ്കെടുത്ത ഐക്യകേരള സമ്മേളനം നടന്നത് തൃശ്ശൂർ. നായരുടെ ഒരു അമ്മ എന്നറിയപ്പെടുന്ന മന്നത്ത് പത്മനാഭൻ്റെ നോവലാണ് സ്നേഹലത. ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച കമ്മിറ്റിയിൽ അംഗമായിരുന്ന സാമൂഹിക പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ചത് 1966. NSSൻ്റെ ആസ്ഥാനം എവിടെയാണ്? പെരുന്ന, ചങ്ങനാശ്ശേരി. ഗോഖലെയുടെ ഛായയിൽ എന്ന പേരിൽ മന്നത്ത് പത്മനാഭൻ രൂപീകരിച്ച സംഘടനയാണ് നായർ വൃദ്ധജന സംഘം. കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായിരുന്നത് മന്നത്ത് പത്മനാഭൻ. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ നേതാവ് എന്ന് വിശേഷിക്കപ്പെടുന്നത് മന്നത്ത് പത്മനാഭനെയാണ്. ആദ്യത്തെ NSS കരയോഗം സ്ഥാപിച്ചത് എവിടെയാണ്? തട്ടയിൽ, പത്തനംതിട്ട. മന്നത്ത് പത്മനാഭൻ്റെ പിതാവിൻ്റെ പേരാണ് ഈശ്വരൻ നമ്പൂതിരി. എൻ്റെ അമ്മ എന്ന കൃതിയുടെ കർത്താവും മന്നത്ത് പത്മനാഭനാണ്. ന്യൂ ഇന്ത്യ എന്ന പത്രത്തിൽ മന്നത്ത് പത്മനാഭനെ പ്രകീർത്തിച്ച് ലേഖനം എഴുതിയത് ആനി ബസന്റ്. ഹിന്ദു മണ്ഡലം സ്ഥാപിക്കാൻ ശങ്കരുമായി സഹകരിച്ചത് മന്നത്ത് പത്മനാഭനാണ്. കേരള തിസീസസ് എന്നറിയപ്പെടുന്ന നിവേദനം വൈസ്രോയിക്ക് സമർപ്പിച്ചത് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിലാണ്. മന്നത്ത് പത്മനാഭൻ്റെ ഭാര്യയുടെ പേരാണ് തോട്ടക്കാട്ട് മാധവിയമ്മ. NSS കോളേജ്, സ്കൂൾ എന്നിവ സ്ഥാപിക്കുന്നതിൽ മുൻകൈയെടുത്ത വ്യക്തിയായിരുന്നു മന്നത്ത് പത്മനാഭൻ. ഒന്നാം EMS മന്ത്രിസഭയുടെ പതനത്തിന് കാരണമായ സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനായിരുന്നു. ഏതാണ്? വിമോചന സമരം. FG നടേശ മുതലിയാർ സ്ഥാപിച്ച ചങ്ങനാശ്ശേരി നായർ സമാജം ഏത് സംഘടനയിലാണ് ലയിച്ചത്? നായർ സർവീസ് സൊസൈറ്റിയിലാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി സവർണ ജാതിക്ക് നേതൃത്വം നൽകാൻ മന്നത്ത് പത്മനാഭനോട് ആവശ്യപ്പെട്ടത് മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരമാണ് മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായ സവർണ ജാഥ നടത്തുന്നത്. വർഷം 1924. NSSൻ്റെ ആദ്യ സ്കൂൾ സ്ഥാപിച്ചത് എവിടെയാണ്? അത് കറുകച്ചാലിലാണ്. അപ്പം നമ്മൾ മന്നത്ത് പത്മനാഭനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ പറഞ്ഞ നവോത്ഥാന നായകന്മാരെക്കുറിച്ച് കേരള PSC പല പരീക്ഷകളിലായിട്ട് റിപ്പീറ്റഡ് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലും കാണുന്നത്. ഇനി നമുക്ക് കുറച്ച് പേരെ കൂടി പഠിക്കാനുണ്ട്. വളരെ ലെങ്തി ആയിട്ടുള്ള ക്ലാസ് ആണെങ്കിൽ നമുക്കത് ബോറിംഗ് ആകും. കുറേശ്ശെ ആകുമ്പോൾ നമ്മളത് കണ്ട് തീർക്കുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്കത് ബോറാകും, നമ്മളത് അവിടെ നിർത്തും. അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ കാണുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻ്റായിട്ട് ഇടുക. നമ്മൾ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.